ആദ്യം കുഞ്ഞുങ്ങളെ നോക്കുന്ന പണി. എനിക്ക് പിള്ളേരെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുഞ്ഞിനെ നോക്കുന്ന പണിയായിരുന്നു. കുഞ്ഞിനെ നോക്കുന്ന പണിയിൽ നിന്ന് ആ സമയത്താണ് കൊറോണ വരുന്നത്. പിന്നീട് ട്യൂഷൻ എടുക്കണമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. കാരണം സ്കൂളെല്ലാം പൂട്ടി, ടീച്ചർമാർക്ക് പണിയില്ല, ട്യൂഷൻ ആരും എങ്ങും പോകുന്നില്ല. അപ്പൊ അതിന് മുന്നേ 6 മാസം മുമ്പ് തന്നെ ഭഗവാൻ എന്റെ ട്രാക്ക് മാറ്റി തന്നു. കാരണം ആ ഒരു ട്രാക്കിൽ വന്നുകൊണ്ടാണ് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുക. അല്ലെങ്കിൽ നമ്മുടെ കുടുംബം പട്ടിണിയായി പോയി. അന്ന് മക്കളൊക്കെ പഠിക്കുന്നേ ഉള്ളൂ. അയ്യപ്പച്ചേട്ടനാണ് ഡ്രൈവറാണ്. അദ്ദേഹത്തിന് വേറെ ജോലിയൊന്നും അറിയത്തുമില്ല, എക്സ്ട്രാ ജോലിയൊന്നും. എനിക്കന്ന് തയ്യൽ അറിയാം, ഒരുപാട് പണി അറിയാം. പക്ഷേ അതൊന്നും ചെയ്യാൻ പറ്റിയ ഒരു സാഹചര്യമല്ലായിരുന്നു. ഈ കെയർടേക്കർ വന്നു കഴിഞ്ഞാൽ 12 മണിക്കൂറോ, 12 മണിക്കൂർ അല്ലെങ്കിൽ 24 മണിക്കൂർ. അപ്പൊ ആദ്യം 12 മണിക്കൂറാണ് ചെയ്തത്. പിന്നീട് വന്നപ്പം ഈ യാത്രയൊക്കെ വളരെ ബുദ്ധിമുട്ടായപ്പോൾ 24 മണിക്കൂർ നോക്കി. അങ്ങനെ 24 മണിക്കൂറാകുമ്പോൾ നമുക്ക് ഡബിൾ സാലറി ഉണ്ട്, നമുക്ക് ഓടി നടക്കണ്ട, വീട്ടിൽ താമസിക്കാൻ ഭക്ഷണം എല്ലാം കിട്ടും. എല്ലാം കഴിഞ്ഞിട്ടാണ് ശമ്പളം. അങ്ങനെയാണ് പിന്നെ ഇപ്പം കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് ഇത് താമസിച്ചുകൊണ്ട് ഈ വലിയ ബേബികൾ, ആദ്യം കുഞ്ഞു ബേബികളെയായിരുന്നു, വലിയ ബേബികൾ എന്ന് പറഞ്ഞാൽ വലിയ അമ്മമാരെ നോക്കുന്ന പണിയിലേക്ക് വന്നത്. ഇപ്പം കഴിഞ്ഞ 4 വർഷമായി ഈ ഒരു അമ്മയാണ് നോക്കുന്നത്. ഞാനിവിടെ വരുമ്പോൾ എനിക്ക് ഒരു ഫ്ലാറ്റ് വാങ്ങിച്ചതിന്റെ വകയായിട്ട് ഏകദേശം ഒരു 10 ലക്ഷത്തിലധികം രൂപ കടമുണ്ടായിരുന്നു. ഈ ക്രിസ്തു ഭഗവാന്റെ വീട്ടിൽ വന്നതിന് ശേഷം എന്റെ കടങ്ങളെല്ലാം വീട്ടി. ഇനിയിപ്പം എടുത്തു പറയത്തക്ക കടങ്ങളൊന്നുമില്ല. എന്നാലും ജീവിതമൊക്കെ ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ പോവാണ്. പക്ഷെങ്കിൽ ഹാപ്പി ലൈഫാണ്. കാരണം ഈശ്വരനിൽ അടിയുറച്ച് നിന്നുകൊണ്ട്, ഭഗവാൻ നാരായണനിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ നമുക്ക് ടെൻഷന്റെ യാതൊരു ആവശ്യമില്ല. ഇപ്പം എനിക്കൊരു ടെൻഷനേ ഉള്ളൂ. കാരണം ഇനി വരാൻ പോകുന്ന യുദ്ധങ്ങളും മറ്റും ആലോചിക്കുമ്പോൾ മനുഷ്യന്റെ അവസ്ഥയെപ്പറ്റി ഓർത്തിട്ടുള്ള ടെൻഷനേ ഉള്ളൂ. കാരണം എന്തിന് ടെൻഷൻ എടുക്കാനാ? ഭക്തന്മാരൊന്നും ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഭക്തി ഇല്ലാത്തവർ മാത്രം പേടിച്ചാൽ മതി. അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു 3-4 അവസ്ഥകളിൽ കൂടെ, അതായത് ക്രിസ്തുമതത്തിന്റെ പല പല ഘട്ടങ്ങളിൽ കൂടെ ഞാൻ കടന്നുപോയ ഒരാളാണ്. അങ്ങനെ ക്രിസ്തുമതമായിട്ട് എന്റെ ജീവിതത്തിന് എനിക്ക് എത്ര വർഷം പ്രായമുണ്ടോ അത്രയും വർഷം ബന്ധമുണ്ട്. ഇനി ഇതുപോലെ തന്നെ ഇസ്ലാം മതമായിട്ടും ബന്ധമുണ്ട്, സിഖ് മതമായിട്ട് ബന്ധമുണ്ട്, ബുദ്ധമതമായിട്ട് ബന്ധമുണ്ട്, ജൈനമതമായിട്ട് ബന്ധമുണ്ട്. പല രീതിയിലും എല്ലാ മതവുമായിട്ട് ബന്ധപ്പെടാൻ ഒരു അവസരം ഭഗവാൻ എനിക്ക് തന്നു. ഇതാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചത്. നന്ദി, നമസ്കാരം.